ബയോentacന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ രണ്ടാം പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കോംപ്ലക്സ് ടിഷ്യൂസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. കോംപ്ലക്സ് ടിഷ്യൂസ്, അതായത് നമ്മൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് പറയുമ്പോൾ ഒരേപോലത്തെ സെൽസ് ഒരേ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമ്പോഴുള്ള ഒരു ടിഷ്യൂ സിസ്റ്റത്തിനാണ് നമ്മൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയാം. അതേ സമയത്ത് ഒരു കൂട്ടം സെൽസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസിൻ്റെ കളക്ഷൻ സെയിം ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയാം. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. നമ്മൾ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ പഠിച്ച പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ ഒക്കെ വന്നിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയാം. മെയിനായിട്ട് നമുക്ക് രണ്ട് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സൈലം, മറ്റേത് ഫ്ലോയം. സൈലിൽ തന്നെ നമുക്ക് 4 പഠിക്കാനുണ്ട്. സൈലത്തിൻ്റെ കോമ്പണൻസ് ആയിട്ടുള്ള ട്രക്കീഡ്സ്, ഫൈബേഴ്സ്, വെസൽസ്, വുഡ് പാരൻകൈമ അല്ലെങ്കിൽ സൈലം പാരൻകൈമ എന്ന് പറയാം. ഈ ഫൈബേഴ്സും പാരൻകൈമയും നമ്മൾ നേരത്തെ പഠിച്ച സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിലുള്ള സ്ക്ലീറൻകൈമയുടെ ഭാഗമായിട്ടുള്ള ഫൈബേഴ്സും അതുപോലെ തന്നെ പാരൻകൈമയും തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പിന്നെ ഫ്ലോയത്തിലാണെങ്കിൽ സീവെൽമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോയം പാരൻകൈമയുടെ കാര്യം. അതേപോലെ തന്നെ ഫ്ലോയം ഫൈബേഴ്സ്, ഇതിലും പാരൻകൈമയും ഫൈബേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ച അതേ സാധനം തന്നെയാണ്. അതിൻ്റെ ഫംഗ്ഷൻ പക്ഷേ ഒരു വ്യത്യസ്തമായ രീതിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്കൊരു കോംപ്ലക്സ് ടിഷ്യൂ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സൈലത്തിനെ പറ്റി നോക്കാം. അപ്പോൾ സൈലം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. അപ്പോൾ സൈലത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വാട്ടർ കണ്ടക്ഷൻ ആണ്. ചില സമയത്ത് മിനറൽ കണ്ടക്ഷനിലെ ടേം കണ്ടേക്കാം. അപ്പോൾ മിനറൽ ആൻഡ് വാട്ടർ കണ്ടക്ഷൻ ആണ് നമ്മൾ ബേസിക് ആയിട്ട് സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി സൈലത്തിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫസ്റ്റ് ഒരു കോമ്പണൻ്റ് ആയിട്ടുള്ള ട്രക്കീഡ്സ് ആണ്. ട്രക്കീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഡ് സെൽസ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതിൽ കാണുന്ന ഒരു ഡെഡ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ട്രക്കീഡ്സ്. അതുപോലെ തന്നെ ഒരു ട്യൂബ് ലൈക്ക് സെൽസ് ആണ്. മെയിനായിട്ട് വാട്ടർ കണ്ടക്ഷന് സഹായിക്കുന്ന വെസൽസിൻ്റെ രൂപത്തിലുള്ള പോലെ തന്നെ വാട്ടർ കണ്ടക്ഷന് സഹായിക്കുന്ന ഡെഡ് സെൽസ് ഉള്ള ഒരു ടിഷ്യൂസ് ആണ് ട്രക്കീഡ്സ്. പിന്നെ ലിഗ്നിഫൈഡ് വാൾസ് ഒരു സെൻട്രൽ ക്യാവിറ്റി ഉണ്ടാവും. ഈ ലിഗ്നിഫൈഡ് വാൾസ് പറയാൻ കാരണം സാഫ്രൻ സ്റ്റെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രക്കീഡ്സ് കാണാൻ പറ്റും. കാരണം ലിഗ്നിഫൈഡ് വാൾസിലുണ്ട്. തിക്ക് ലിഗ്നിഫൈഡ് വാൾസ് ആണ് ട്രക്കീഡ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് വെച്ചാൽ ജിംനോസ്പേംസിനും അതുപോലെ തന്നെ ഫേൺസും, അതായത് ടെറിഡോഫൈറ്റ്സിലുള്ള ഫേൺസിനും വെസൽസ് ഉണ്ടാവില്ല. അതിൽ മെയിൻ വാട്ടർ കണ്ടക്ടിങ് എലമെന്റ് എന്ന് പറയുന്നത് ട്രക്കീഡ്സ് ആണ്. അപ്പോൾ അതാണ് മെയിൻ ഒരു എൻട്രൻസ് പോയിന്റ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ജിംനോസ്പേംസിനും ഫേൺസിനും മെയിൻ ആയിട്ടുള്ള വാട്ടർ കണ്ടക്ടിങ് എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രക്കീഡ്സ് ആണ് ഉത്തരം. പിന്നെ നേരത്തെ പറഞ്ഞ ഡെഡ് സെൽസ് ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡായിട്ട് വാട്ടർ കണ്ടക്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ എങ്കിലും സൈഡായിട്ട് ചില പ്ലാന്റ്സിന് സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഡെഡ് സെൽസ് തിക്ക് വാൾഡ് ലിഗ്നിഫൈഡ് വാൾസിലുള്ള ഒരു സെൽസ് ആയതുകൊണ്ട് ഒരു ടിഷ്യൂസ് വരുന്നത് കൊണ്ട് ഇത് പ്ലാന്റ്സിന് സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്റ്റ് ആയിട്ടുള്ള ടോൾ ആയിട്ടുള്ള പ്ലാന്റ്സിന് ഒരു പരിധി വരെ സ്ട്രെങ്ത് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് ട്രക്കീഡ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രക്കീഡ്സ് പഠിക്കാനാണ് ഉള്ളത്. സൈലത്തിൻ്റെ രണ്ടാമത്തെ കോമ്പണൻ്റ് ആയിട്ടുള്ള ഫൈബേഴ്സ് നമ്മൾ സ്ക്ലീറൻകൈമയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫൈബേഴ്സും സ്ക്ലീറേറ്റ്സും അതിൽ അതേ ഫൈബേഴ്സ് തന്നെയാണ് ഈ സൈലത്തിൻ്റെ കോമ്പണൻ്റ് വരുന്നത്. അതായത് ഡെഡ് സെൽസ് ആണ് ഉണ്ടാവുക. ഇതും ഡെഡ് സെൽസ് ആണ്. പിന്നെ മെയിനായിട്ട് സൈലത്തിന് ഫംഗ്ഷൻ ഒരു സ്ട്രെങ്ത് കൊടുക്കുക, പ്ലാന്റ്സിന് ഒരു സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് നമുക്ക് ഫൈബേഴ്സിനോട് പറയാനുള്ളത്. പിന്നെ ട്രക്കീഡ്സ് ഉള്ളതുപോലെ തന്നെ ഇലോങ്ങേറ്റഡ് ആയിട്ട് സെൽസ് ആണ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നാരോ ലൂമൻ ആണ്. മറ്റൊരു ലാർജ് സെൻട്രൽ ക്യാവിറ്റി ആണുള്ളത് ട്രക്കീഡ്സിൽ, മെയിനായിട്ട് വാട്ടർ കണ്ടക്ഷന്. പക്ഷേ ഇത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ് വിത്ത് നാരോ ലൂമൻ. പിന്നെ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത് കൊടുക്കലാണ്. വാട്ടർ കണ്ടക്ഷന് ചിലപ്പോൾ ചെറിയൊരു രീതിയിൽ വാട്ടർ കണ്ടക്ഷൻ ഉണ്ടാവാം. പക്ഷേ മെയിനായിട്ടും വാട്ടർ കണ്ടക്ഷൻ അല്ല, പ്ലാന്റ്സിന് സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് സൈലം ഫൈബേഴ്സ് വരുന്നത്. പിന്നെ ചില സമയത്ത് ട്രക്കീഡ്സിൻ്റെയും ഫൈബേഴ്സിൻ്റെയും ഒരു ട്രാൻസിഷണൽ ഒരു സെൽസ് കാണാറുണ്ട്. അതിനെ ഫൈബർ ട്രക്കീഡ്സ് എന്ന് പറയും. ഈ ഫൈബർ ട്രക്കീഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിബ്രിഫോം വുഡ് ഫൈബറും അതുപോലെ തന്നെ ജെലാറ്റിനസ് ട്രക്കീഡ്സും. ലിബ്രിഫോം വുഡ് ഫൈബർ എന്ന് പറയുമ്പോൾ ഈ ഫൈബറിന് പുറമേയുള്ള വോൾ വളരെ തിക്കാണെങ്കിൽ അതിനെ ലിബ്രിഫോം വുഡ് ഫൈബർ എന്ന് പറയും. ഇനി ചില സമയത്ത് ഇതിന് പുറമേ ഒരു ജെലാറ്റിനസ് ആയിട്ടുള്ളൊരു കവറിംഗ് ആണ്, സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്ലൈമി ലെയറാണ് വരുന്നത്. അങ്ങനെ ജെലാറ്റിനസ് ട്രക്കീഡ്സ് എന്ന് പറയും. ഇത് കാണുന്നത് ക്വർക്കസ് ആൽബ എന്ന് പറഞ്ഞൊരു ചെടിയിലാണ് ജെലാറ്റിനസ് ട്രക്കീഡ്സ് കാണുന്നത്. ലിബ്രിഫോം വുഡ് ഫൈബർ അധിക പ്ലാന്റ്സിനെ കണ്ടുവരുന്നതാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഡെഡ് സെൽസ് ആണുള്ളത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ നോട്ട് ചെയ്ത് വെക്കേണ്ടത് സ്ട്രെങ്ത് കൊടുക്കൽ, പ്ലാന്റ്സിന് സ്ട്രെങ്ത് കൊടുക്കൽ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. സൈലത്തിൻ്റെ മൂന്നാമത്തെ കോമ്പണൻ്റ് ആയിട്ടുള്ള വെസൽസ് ആണ്.
വെസൽസ് എന്ന് പറയുമ്പോൾ ട്രക്കീഡ്സിൻ്റെ അതേ ഫംഗ്ഷനാണ്, അതായത് വാട്ടർ കണ്ടക്ഷനിങ് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ് വെസൽസ്. അപ്പോൾ സിലിണ്ടറിക്കൽ ട്യൂബ് ലൈക്ക് സെൽസ് ആണ്, പക്ഷേ ട്രക്കീഡ്സിനെക്കാട്ടി കുറച്ചും കൂടി ഡയമീറ്റർ കൂടുതലുള്ള ഒരു കോമ്പണൻ്റ് ആണ് വെസൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ആൻജിയോസ്പേംസിലാണ് കണ്ടുവരുന്നത്. എല്ലാം ജിംനോസ്പേംസിലും ടെറഡോഫൈറ്റ്സിലൊക്കെ വെസൽസ് ഇല്ല. അപ്പോൾ അതിൽ ആടെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടക്ടിങ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ട്രക്കീഡ്സ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് ആണ് ഏതൊരു പ്ലാന്റിൻ്റെയും ഏറ്റവും അധികം കൂടുതൽ സഹായിക്കുന്ന വാട്ടർ കണ്ടക്ടിങ് അല്ലെങ്കിൽ മെയിൻ വാട്ടർ കണ്ടക്ടിങ് എലമെന്റ് എന്ന് പറയുന്നത് ട്രക്കീഡ്സും വെസൽസ് ആണ്. ട്രക്കീഡ്സ് ആണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഉണ്ടാകുന്നത്. ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ആൻജിയോസ്പേംസിൽ വരുന്നത് വെസൽസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ബയോളജി ആണ്, ഇപ്പോൾ എക്സെപ്ഷൻസ് ഒരുപാട് ഉണ്ടാവും. ചില പ്ലാന്റ്സിലൊക്കെ വെസൽസ് പണ്ട് പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ വെസൽസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻജിയോസ്പേം പ്ലാന്റ്സ് ചിലതിൽ വെസൽസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും പിന്നെ ജനറലൈസ്ഡ് പറഞ്ഞാൽ ആൻജിയോസ്പേംസിലാണ് വെസൽസ് കൂടുതൽ കണ്ടുവരുന്നത്. ജിംനോസ്പേംസിലും പിന്നെ ടെറഡോഫൈറ്റ്സിലും ഏറ്റവും അധികം വാട്ടർ കണ്ടക്ടിങ്ങിന് സഹായിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ട്രക്കീഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഈ വെസൽസിൻ്റെ സെൽസ് പിന്നെ എൻഡ് ടു എൻഡ് ആക്കിയിട്ട് ഇങ്ങനെ ട്യൂബിലേക്ക് ഒരു വലിയ ട്യൂബ് പോലത്തെ ഒരു രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിന് ഓപ്പണിങ്സ് ഉണ്ടാവും. ആ ഓപ്പണിങ്സിനെ പെർഫറേഷൻസ് എന്ന് പറയും. ഓപ്പണിങ്സ് ചില സമയം സിമ്പിളായി ഒറ്റ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ സിമ്പിൾ പെർഫറേഷൻ, അതുപോലെ തന്നെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പെർഫറേഷൻസ് എന്ന് പറയാറുണ്ട്. പിന്നെ വേറൊരു എക്സെപ്ഷണൽ കേസ് പറയുന്നത് മോണോക്കോട്ടിൽ അധികം മോണോക്കോട്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിലും അതുപോലെ തന്നെ ലീവ്സിലും വെസൽസ് ആബ്സെൻ്റ് ആണ്. അതൊരു എൻട്രൻസ് പോയിന്റ് ഇപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടെറഡോഫൈറ്റ്സ് ചില പ്ലാന്റ്സിൽ ഇത് കണ്ടുവരുന്നുണ്ട്, വെസൽസ് കണ്ടുവരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് മെയിനായിട്ട് നോക്കേണ്ടത് സെലാജിനല്ല, ഇക്വിസിറ്റം, മാർസീല. ഇത് കൂടാണ്ട് ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 3 ചെടികളുടെ പേരാണ് സെലാജിനല്ല, ഇക്വിസിറ്റം, മാർസീലിയ. പിന്നെ അതുപോലെ തന്നെ ജിംനോസ്പേംസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രക്കീഡ്സ് ആണ് ഏറ്റവും അധികം വാട്ടർ കണ്ടക്ഷൻ സഹായിക്കുന്നത്. പക്ഷേ ഈ നീറ്റൈൽസ് പറഞ്ഞൊരു ഗ്രൂപ്പിൽ, അതായത് നീറ്റം അതുപോലെ തന്നെ വെൽസിൽച്ചിയ എന്ന് പറഞ്ഞ ചെടികൾ വരുന്ന ഒരു ഗ്രൂപ്പ്, അതായത് നീറ്റൈൽസിൽ വെസൽസ് ഉണ്ട്. അതായത് വെസൽസ് ആണ് മെയിൻ ആയിട്ടുള്ള വാട്ടർ കണ്ടക്ടിങ് എലമെന്റ്. സൈലത്തിന്റെ അവസാനത്തെ ഒരു കോമ്പണന്റ് ആണ് സൈലം പാരങ്കൈമ അഥവാ വുഡ് പാരങ്കൈമ. ഈ വുഡ് എന്നുള്ള ടേം സൈലമായി അസോസിയേറ്റഡ് വരുന്നതാണ്. അതായത് സെക്കൻഡറി സൈലത്തിന്റെ അസോസിയേറ്റഡ് വരുന്ന വേർഡാണ് വുഡ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വുഡ് പാരങ്കൈമ അഥവാ സൈലം പാരങ്കൈമ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇത് ലിവിംഗ് ആണ്. ബാക്കിയുള്ള സൈലത്തിന്റെ ഏതൊരു കോമ്പണന്റ് എടുത്തു കഴിഞ്ഞാൽ, ബാക്കി 3 എടുത്തു കഴിഞ്ഞാൽ നോൺ ലിവിംഗ് ആണ്. പക്ഷേ ഇത് ലിവിംഗ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ്. അപ്പോൾ എൻട്രൻസിൽ ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് വുഡ് പാരങ്കൈമ ലിവിംഗ് ആണോ അതോ നോൺ ലിവിംഗ് ആണോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആണ് ഇതിന് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില സമയം റേഡിയൽ ട്രാൻസ്ഫേഴ്സ് കണ്ടക്ഷനെ സഹായിക്കുന്ന പാരങ്കൈമാണ് റേ പാരങ്കൈമ. പിന്നെ ചില പ്രൊഡക്ട്സ് ആയിട്ടുള്ള ടാനിൻസ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടാക്കുന്നതും അതുതന്നെ കണ്ടുവരുന്നതും സൈലം പാരങ്കൈമ അഥവാ വുഡ് പാരങ്കൈമയിലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സൈലത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്തൊരു സെഷനിൽ ഫ്ലോയത്തിനെ പറ്റി പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അഥവാ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ bioentac@gmail.com മെയിൽ ചെയ്യുക. പുതിയൊരു വീഡിയോ കണ്ടുവരുന്നവരെ ബൈ.